ഹലോ ഫ്രണ്ട്സ്, ഇത് ഒറിജിനൽ തേൻ വരിക്ക. തേൻ വരിക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും ചെമ്പരന്തി തേൻ വരിക്ക. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് വറുക്കാൻ പോകണം. വറുക്കാനല്ല, ശരിക്ക് വരട്ടുകയാണ് ചക്കപ്രഥമന് വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നോട്ട് ആദ്യം ഇതിനെ ഒന്ന് അരിയാൻ തീരുമാനിച്ചേക്കണം. അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം നമുക്കിത് ഭംഗിയായിട്ട് വറുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അരിയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കരയും കൂടി ഒന്ന് ഭംഗിയായിട്ട് അരിഞ്ഞ് ഒന്ന് ഉരുക്കി അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാചകം തുടങ്ങുക. ഇതിലേക്ക് ശർക്കര ഒരുക്കിയത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലം, നെയ്യെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാചകം തുടങ്ങാം. ഇതിനു വേണ്ടി ഞാൻ ഒരു സ്റ്റീൽ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗവിൽ ചെറിയ ഫ്ലെയിമിൽ ഉരുളി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 4-5 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഭംഗിയായി തിളച്ച് വരുമ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർത്ത് ഗോൾഡൻ കളറാവുന്നവരെ അതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിക്കാം. ശർക്കരപ്പാനി ഭംഗിയായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്കപ്പഴം അതിലേക്ക് ഇടാം. നാട്ടിൻ പ്രദേശത്ത് സുലഭമായി കിട്ടുന്ന ചക്ക, വരിക്കച്ചക്ക കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊച്ചു കുട്ടികൾക്കായാലോ മുതിർന്നവർക്കായാലോ ഷുഗറോ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് നമ്മളത് പരീക്ഷിക്കുക തന്നെ വേണം. കൊച്ചു കുട്ടികൾക്കിത് ചെറിയ അലുവ കഷ്ണങ്ങളാക്കി കൊടുക്കാം, അതിനെ പായസമായി കഴിക്കാം. വിവിധ തരത്തിലുള്ള രീതിക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. ശർക്കര പാനിയിലിട്ട അരിഞ്ഞു വെച്ച ചക്ക നല്ല ഭംഗിയായി വരണ്ട് ജലാംശം പൂർണ്ണമായും ഒഴിവാകുമ്പോൾ അതിൽ നിന്ന് നല്ല ഒരു മണം ഉണ്ടാകും. അതുവരെ നമ്മൾ ഭംഗിയായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കാണാൻ കഴിയുന്നത് പൂർണ്ണമായും ജലാംശം ഒഴിവാക്കിയ ചക്ക. നല്ല മണവും ഗുണവും യഥേഷ്ടം കഴിക്കാൻ പറ്റിയ പരുവായ ചക്ക വരട്ട്. കൂടുതൽ വരണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളിയിൽ ചക്ക പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രൗൺ നിറമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്ക് ഉപയോഗിക്കേണ്ട പരുവമായി കഴിഞ്ഞു. ഇനി നമുക്ക് പായസം വയ്ക്കാം. അപ്പോൾ നമുക്കിനി പ്രഥമൻ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായ പാല് നമ്മുടെ വരട്ടിയ ചക്കയിലേക്ക് ഒഴിച്ച് ഭംഗിയായി തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നുകൂടി വീണ്ടും ഭംഗിയായിട്ട് മൂപ്പിച്ച് ഇതിലിട്ട് ആവശ്യമായ ഏലക്ക പൊടിച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ചക്കപ്രഥമൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രഥമൻ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഗ്ലാസ്സിലേക്ക് പകർന്ന് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചക്കപ്പഴം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കുടിച്ച് നോക്കാമേ. ടേസ്റ്റി, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ.